الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തുൽ അഅറാഫിലെ 145-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكتبنا له في الألواح من كل شيء موعظة وتفصيلا لكل شيء فخذها بقوة وأمر قومك يأخذوا بأحسنها سأريكم دار الفاسقين. وكتبنا له, നാം അദ്ദേഹത്തിന് വേണ്ടി രേഖപ്പെടുത്തി നൽകി, എഴുതി നൽകി, ഫിൽ അൽവാഹി, പലകകളിൽ, മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിൽ നിന്നും, മൗഇലത്തൻ, ഉപദേശം എന്നുള്ള നിലയിൽ, വതഫ്സീലൻ, വിശദാംശങ്ങളും നൽകി, ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും. ഫഖുദ്ഹ, ആയതിനാൽ നീ അത് സ്വീകരിക്കണം, ബിഖുവ്വത്തിൻ, ശക്തിയോടെ, വഉമുർ ഖൗമക, നിന്റെ ജനതയോട് നീ കൽപ്പിക്കണം, യഖുദു, അത് സ്വീകരിക്കുന്നതിന്, ബി അഹ്സനിഹ, ഏറ്റവും ഉത്തമമായ വിധത്തിൽ. സഊരീക്കും, ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരും, ദാറൽ ഫാസിഖീൻ, കുറ്റവാളികളുടെ സങ്കേതം, വീട്, ഭവനം. ഒന്നുകൂടെ അർത്ഥം പറയാം. കതബ്ന, കതബ എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് അറിയുന്നൊരു വാക്കാണ്, എഴുതി. കതബ്ന എന്നാകുമ്പോൾ നാം എഴുതി, ലഹു, അദ്ദേഹത്തിന് വേണ്ടി, അഥവാ അദ്ദേഹത്തിന് വേണ്ടി നാം എഴുതി നൽകി, ഫിൽ അൽവാഹി, പലകകളിൽ, ലൗഹ്, പലക. നമ്മൾ കുട്ടികളെ സ്ലേറ്റിനൊക്കെ അറബിയിൽ പറയും ലൗഹ് എന്നാണല്ലോ, ലൗഹത്ത് എന്നും പറയും. പലക എന്നാണ് ഒരു വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ ബഹുവചനമാണ് അൽവാഹ്. മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിൽ നിന്നും, മൗഇലത്തൻ, ഉപദേശമായിക്കൊണ്ട്. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഭൂമി മലയാളത്തിലുള്ള ദുനിയാവിലുള്ള എല്ലാ ചെറുതും വലുതുമല്ല, മൗലികമായ, അടിസ്ഥാനപരമായ, ഒരു മനുഷ്യൻ നന്മയിൽ ജീവിക്കുന്നതിന് ആവശ്യമായതൊക്കെ, അതാണ് മൗഇലത്തായിക്കൊണ്ട്, ഉപദേശമായിക്കൊണ്ട് എല്ലാ സംഗതികളും നാം അദ്ദേഹത്തിന് എഴുതി നൽകി. വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ, ഓരോ കാര്യങ്ങളുടെയും വിശദാംശങ്ങളും, ഓരോ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണെന്ന് വിശദമായി മനസ്സിലാക്കാനുള്ള ജ്ഞാനവും അതിലൂടെ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ഫഖുദ്ഹ, ആയതിനാൽ നാം എഴുതി നൽകിയിട്ടുള്ള നിയമങ്ങളെ സ്വീകരിക്കണം. അതാണ് ഫഖുദ്, അപ്പോൾ, അപ്പോൾ, ഖുദ്, നീ സ്വീകരിക്കുക, അതിനെ, ആ നിയമങ്ങളെ, ബിഖുവ്വത്തിൻ, ശക്തിയോടുകൂടി, ഉറപ്പിച്ച് സ്വീകരിക്കുക. വഉമുർ ഖൗമക, നിന്റെ ജനതയോട് കൽപ്പിക്കണം, യഖുദു, അതിനെ സ്വീകരിക്കണം എന്ന്, ബി അഹ്സനിഹ, അതിനെ ഏറ്റവും ഉത്തമമായ വിധത്തിൽ. സഊരീക്കും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. റആന, കണ്ടു എന്നാണല്ലോ, അറാന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തു എന്ന്. ഊരിയന, ഞാൻ കാണിച്ചു തരും, ക്കും, നിങ്ങൾക്ക്, സാറിന, പിന്നീട്, സമീപ ഭാവിയിൽ, അടുത്തു തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ദാറൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളുടെ, അധർമ്മികളുടെ, കുറ്റവാളികളുടെ സങ്കേതം, വീട് എവിടെയായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മൾ കഴിഞ്ഞ 2 സൂക്തങ്ങളിലായി മനസ്സിലാക്കിയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനെ കാണാനുള്ളൊരാഗ്രഹം അള്ളാഹുവിനോട് പ്രകടിപ്പിച്ചതും, അള്ളാഹു തൂർ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് പ്രത്യക്ഷനാകാൻ, അഥവാ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ വളരെ നേരിയ ഒരംശം അവിടേക്ക് പ്രത്യക്ഷമായപ്പോൾ ആ പർവ്വതം ഛിന്ന ഭിന്നമായതും, മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ട് വീണതും, ബോധം തെളിഞ്ഞപ്പോൾ താൻ ചെയ്തത് വലിയ അബദ്ധമായിപ്പോയല്ലോ എന്ന് ബോധ്യമായി അള്ളാഹുവിനോട് തൗബ ചെയ്തതും നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ സൂത്രത്തിൽ മനസ്സിലാക്കി.
അതിനുശേഷം അല്ലാഹു തആല അദ്ദേഹത്തെ വീണ്ടും ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. നേരത്തെ ഖിബ്തികളും ബനു ഇസ്രായേൽക്കാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബനു ഇസ്രായേൽക്കാരാണുള്ളത്. ഫിറോവിൻ്റെ അടുത്തേക്കാൾ നിയോഗിച്ചിട്ടുള്ളത് ഫിറോൻ ഖിബ്തിയാണ്, കോപ്റ്റിക് ക്രൈസ്തവനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കും കൂടിയാണ് നേരത്തെ നിയോഗിക്കപ്പെട്ടത്. ഇപ്പോൾ വളരെ തുച്ഛം ഖിബ്തികൾ ഇവരുടെ കൂടെ മുസ്ലിമീങ്ങളായി വന്നിട്ടുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് വരുന്ന ബനു ഇസ്രായേലിയരുടെ ദൂതനും നേതാവുമാണ് മൂസാ നബി അലൈഹിസ്സലാം. അപ്പോൾ അതും കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, താങ്കളെ നാം നമ്മുടെ ദൗത്യവുമായി നമ്മുടെ കലാം, നമ്മുടെ നേർക്കുനേരെയുള്ള സംസാരവുമായി തെരഞ്ഞെടുത്ത് ജനങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇത് തൂർ പർവ്വതത്തിലേക്ക് മൂസാ നബി അലൈഹിസ്സലാമയെ വിളിപ്പിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ വിളിപ്പിച്ച് പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല മറ്റു ദൈവദൂതന്മാർക്കൊന്നും നൽകിയിട്ടില്ലാത്ത വിധം പലകകളിൽ ലൗഹിൽ എഴുതി നൽകുക. എല്ലാവരോടും ഒരു മറക്ക് പിന്നിൽ നിന്നാണ് അള്ളാഹു സംസാരിച്ചിട്ടുള്ളത്. മൂസാ നബി അലൈഹിസ്സലാമയോട് മാത്രമാണ് നേർക്ക് നേരെ ഭൂമിയിൽ വെച്ച് സംസാരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കലീമുള്ള എന്ന പേര് വന്നത് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് കതബ്നാ ലഹു ഫിൽ അൽവാഹി, ലൗഹകളിൽ പലകകളിൽ നാം എഴുതി കൊടുത്തു. ആരാ എഴുതിയത്? അള്ളാഹുവിലേക്ക് ചേർത്ത് അല്ലാഹു പറയാണ് നാം എഴുതി. അത് തഫ്സീറുകളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു നേർക്ക് നേരെ എഴുതി കൊടുത്തതാണോ അതല്ല മലക്കുകളിലൂടെ അള്ളാഹു എഴുതി കൊടുത്തതാണോ, അങ്ങനെയും ഒരു ചർച്ചയുണ്ട്. അതുമല്ല, അള്ളാഹു നേർക്കുനേരെ അദ്ദേഹത്തോട് സംസാരിക്കുകയും മൂസാ നബി അലൈഹിസ്സലാം പലകകളിൽ എഴുതുകയുമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക തഫ്സീറുകളുടെ വിവരണത്തിൽ നിന്ന് മലക്കുകളിലൂടെ ഒരു പ്രത്യേക തരം പലകകളിൽ അല്ലാഹു തആല എഴുതി കൊടുത്തു. അത് എത്ര പലക ഉണ്ടായിരുന്നു? അപ്പോൾ അതൊരു ചർച്ചയായിട്ട് തഫ്സീറുകളിൽ കാണാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മൾ ബഹുവചനം, ലൗഹ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൽവാഹി, പലകകൾ. അത് സാധാരണ അറബി ഭാഷയിൽ ഉപയോഗിക്കുക രണ്ടിൽ കൂടുതൽ വരുമ്പോഴാണ്, രണ്ടിൽ കൂടുതൽ എണ്ണം ഉണ്ടാകുമ്പോഴാണ് ബഹുവചനം അല്ലെങ്കിൽ നമ്മൾ ജംഅ എന്ന് പറയും. അപ്പോൾ 3 ചർച്ചകളിൽ അങ്ങനെ കാണാം. അങ്ങനെ 9 വരെ പറഞ്ഞിട്ടുണ്ട്. 10 എന്ന് പറഞ്ഞ ചില വ്യാഖ്യാതാക്കളുമുണ്ട്. അപ്പോൾ എത്ര എണ്ണം പറഞ്ഞിട്ടില്ല. അതിന് വലിയ പ്രസക്തി ഇല്ലാത്തത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അള്ളാഹ് അതും കൂടി ഒന്ന് പറയായിരുന്നല്ലോ. 5 പലക ഉണ്ടായിരുന്നു, 7 പലക ഉണ്ടായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. പലകകളിൽ എഴുതി മൂസാ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു തആല നൽകി. അതിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആണ് മിൻ കുല്ലി ഷൈഇൻ മൗഇലത്തൻ. ഈ മിൻ കുല്ലി ഷൈ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും. ആദം നബിക്ക് എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു എന്ന് പറഞ്ഞ മാതിരിയൊരു പ്രയോഗമാണത്. എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ദുനിയാവിലുള്ള എല്ലാ സംഗതികളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മനുഷ്യൻ അടിസ്ഥാനപരമായി ധർമ്മ ജീവിതം നയിക്കാൻ, അള്ളാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കാൻ എന്തൊക്കെയാണ് ആവശ്യം, അതൊക്കെ ആ പലകകളിൽ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ എന്താണ്? 10 കൽപ്പനകളാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. എത്ര കൽപ്പനകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ചർച്ചയിൽ 10 കൽപ്പനകൾ, അങ്ങനെ 10 കൽപ്പനകളാണ് എഴുതി കൊടുത്തിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായുള്ളത് അള്ളാഹുവിൻ്റെ ഏകത്വമാണ്. അള്ളാഹുവിൻ്റെ ഏകത്വമാണ്. നമ്മളതിന് തൗഹീദ് എന്നാണല്ലോ പറയുക. അപ്പോൾ ഞാനാണ് നിൻ്റെ റബ്ബ്, ഞാനല്ലാതെ ഒരു ദൈവമില്ല, എനിക്ക് മാത്രമേ ആരാധനകൾ അർപ്പിച്ചുകൂടൂ, എന്നോട് മാത്രമേ പ്രാർത്ഥിച്ചുകൂടൂ, എൻ്റെ നിയമനിർദ്ദേശങ്ങളെ നിങ്ങൾ പാലിച്ചുകൂടൂ തുടങ്ങി അതിനോടനുബന്ധമായി അതിൻ്റെ മറുവശമായി വരുന്ന മറ്റുള്ളവരെ ഒന്നും എൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൂടാ എന്നതുമാണ് അതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ നാമം വെറുതെ ഉപയോഗിക്കാൻ പാടില്ല. അനാവശ്യമായി അള്ളാഹുവിൻ്റെ നാമം തൊട്ടതിനും തോന്നിയതിനുമൊക്കെ എഴുന്നള്ളിച്ചുകൂടാ എന്നതാണ് അങ്ങനെ 10 നിർദ്ദേശങ്ങൾ അത് സംബന്ധമായി തഫ്സീറുകളിലൊക്കെയുണ്ട്. സാബത്ത് ആചരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആളുകളെയോ ജീവികളെയോ കൊല്ലാൻ പാടില്ല, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരെ സാക്ഷി പറയരുത്, അയൽക്കാരൻ്റെ വീട് മോഹിക്കരുത്, അവൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അവൻ്റെ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മുതലുകളൊന്നും മോഹിക്കാൻ പാടില്ല
ഇത്തരത്തിലുള്ള 10 കൽപ്പനകളായിരുന്നു അതിലുണ്ടായിരുന്നത്. അതാണ് വ കതബ്നാ ലഹു ഫിൽ അൽവാഹി മിൻ കുല്ലി ഷൈഇൻ മൗഇലതൻ, അതാണ് ഉപദേശമായി കൊണ്ട് നൽകിയിട്ടുള്ളത്. വ തഫ്സീലൻ ലികുല്ലി ഷൈ, ഓരോ കാര്യങ്ങളും വിശദമായി മനസ്സിലാക്കുവാനുള്ള മൗലികമായ അറിവുകളും, അതാണ് ഓരോ കാര്യത്തിൻ്റെയും വിശദാംശങ്ങളും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വിശദാംശങ്ങളൊക്കെ അതിലെഴുതി നൽകിയതല്ല. അങ്ങനെയാണെങ്കിൽ ദുനിയാവിലുള്ള എല്ലാ കാര്യവും അതിൽ വരണം. അതല്ല, ഓരോ കാര്യങ്ങളും മൗലികമായി മനസ്സിലാക്കാനുള്ള അറിവുകൾ കൂടി അദ്ദേഹം അതിലൂടെ നൽകിയതാണ് തഫ്സീലൻ. വാക്കിനർത്ഥം വിശദാംശം അല്ലെങ്കിൽ വിവരണം. ലികുല്ലി ഷൈഇൻ, ഓരോ കാര്യങ്ങളുടെയും. ബാക്കി അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നമുക്കതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് കിട്ടുക. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുവാനുള്ള, അതിൻ്റെ ശരിതെറ്റുകൾ നിർണയിച്ച് മനസ്സിലാക്കുവാനുള്ള മൗലികമായ വിശദാംശങ്ങളും നാം നൽകിയിട്ടുണ്ട്. അതാണ് തഫ്സീൽ ലികുല്ലി ഷൈ. ആയതിനാൽ ഫഖുദ്ഹാ ബിഖുവ്വ, അത് ഉറച്ച് സ്വീകരിക്കണം, അത് ശക്തിയോടെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ഗൗരവമായി പാലിക്കണം എന്നാണ്. അല്ലാതെ എഴുതിയ ഗ്രന്ഥം മേത്തേക്ക് ഒട്ടിച്ച് പിടിച്ച് അമർത്തി പിടിക്കണം എന്നല്ലല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് വേദഗ്രന്ഥം. അതിന് പകരം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് ഇതാണ് തൗറാത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ. പിന്നെ വിശദാംശങ്ങളൊക്കെ പിന്നീട് അല്ലാഹു തആല പല പ്രാവശ്യം അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. ഇങ്ങനെ നൽകിയിട്ടുള്ളത് ഫഖുദ്ഹ, ആയതിനെ താങ്കൾ സ്വീകരിക്കണം. ബിഖുവ്വത്തിൻ, ഖുവ്വത്ത് എന്ന് നമുക്ക് അറിയുന്ന ഒരു വാക്കാണ്, ശക്തി. അഥവാ അതിനെ ഉറപ്പിച്ചും തറപ്പിച്ചും നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ജീവിതത്തിൽ നിർബന്ധമായും ഗൗരവമായും പാലിച്ചിരിക്കണം. അഹദ എന്നുള്ളതിൻ്റെ കൽപ്പനയാണ് ഖുദ്, ആയതിനെ സ്വീകരിക്കുക. ബി ഖുവ്വത്തിൻ, ഉറപ്പിച്ച് അല്ലെങ്കിൽ ശക്തിയോടെ. വ ഉമുർ ഖൗമക, തൻ്റെ ജനതയോട് താങ്കൾ കൽപ്പിക്കുകയും ചെയ്യണം. യഖുദു, അതിനെ സ്വീകരിക്കുവാൻ. ബി അഹ്സനിഹ, ഏറ്റവും ഉത്തമമായ വിധത്തിൽ. അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാൻ അത് ഏറ്റവും ഭംഗിയും വൃത്തിയും ഉത്തമവുമായ വിധത്തിലാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകൾ തയ്യാറാവേണ്ടത്. അള്ളാഹു കൽപ്പിച്ചതിൽ നിന്ന് സൂത്രത്തിൽ രക്ഷപ്പെടുവാനോ തന്ത്രത്തിൽ ആ കാര്യം ഒപ്പിച്ച് മുഴുവനാക്കാനോ അല്ല. അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം അതിൻ്റെ ഭംഗിയിൽ മുഴുവനാക്കുക എന്നുള്ളതിനാണ്. യഖുദു ബി അഹ്സനിഹ, അത് ഏറ്റവും ഭംഗിയായ വിധത്തിൽ സ്വീകരിക്കണം എന്നും. നമ്മൾ ബനീ ഇസ്രായേൽക്കാരുടെ പല തന്ത്രങ്ങളും പഠിച്ചിട്ടുണ്ടല്ലോ. അവരോട് ശനിയാഴ്ച ദിവസം സാബത്ത് ആചരിക്കണം, മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുക എന്നുള്ള, കൈയോട് ഇങ്ങനെ എടുക്കുക എന്നുള്ള കർമ്മം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒന്നും അവർ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താ ചെയ്തത്? പിന്നെ അവർ ആ മീൻ ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഒരു ചാല് കരമക്ക് ഇങ്ങനെ കീറി ഉണ്ടാക്കി. അപ്പോൾ മീൻ അയക്ക് കയറും, എന്നപ്പുറത്ത് കെട്ടിയിരുത്തുക. അപ്പോൾ എന്താവും? മീനോല് പിടിച്ചിട്ടില്ല, കെട്ടിയിരുത്താൻ പറഞ്ഞിരിക്കണോ? അതും അല്ല സമ്മതിച്ചാൽ അല്ല പിടിക്കരുത്. അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. പണ്ടൊരു ഡോക്ടർ ഒരാളോട് പറഞ്ഞില്ലേ, ഇറച്ചി കൈകൊണ്ട് തൊടാൻ പാടില്ല അറിഞ്ഞില്ലേ. അപ്പോൾ രോഗി ചോദിച്ചു എന്ന് പറയലുണ്ടല്ലോ, സ്പൂണോട് കോരി തിന്നൂടെ, കയ്യോ. ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ, ഇങ്ങനെയാണ് ബനീ ഇസ്രായേൽക്കാർ അള്ളാഹിൻ്റെ പല നിയമങ്ങളും സ്വീകരിച്ചിരുന്നത്, അള്ളാഹ് പറഞ്ഞതിൻ്റെ അപ്പുറം. അപ്പം ഇത്തരത്തിലല്ല. യഖുദു ബി അഹ്സനിഹ, ഏറ്റവും ഉത്തമമായ വിധത്തിൽ. അള്ളാഹുവിൻ്റെ നിയമത്തിൽ നിന്ന് കുതറി മാറുന്നതിനുള്ള അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്നതിനുള്ള ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ഉമുർ ഖൗമക യഖുദു ബി അഹ്സനിഹ, ഏറ്റവും ഉത്തമമായ വിധത്തിൽ അത് പാലിക്കണം. ഊരീക്കും, ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരും. അതൊരു ഭീഷണിയാണത്. അഥവാ അള്ളാഹുവിൻ്റെ നിയമത്തെ സ്വീകരിക്കേണ്ട മുറപ്രകാരം വിധപ്രകാരം സ്വീകരിക്കാതെ തന്നിഷ്ടപ്രകാരം അതിനെ വിശദീകരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ തനിക്ക് താല്പര്യമുള്ള പ്രകാരം അതിനെ സ്വീകരിക്കുകയോ ചെയ്താൽ അവരെവിടെയാണ് ചെന്ന് ചേരുക എന്ന് ദാറുൽ ഫാസിഖീൻ, ആ ഫാസിഖീങ്ങളുടെ ഭവനം, അവരുടെ വീട് എവിടെയായിരിക്കുമെന്ന് പിന്നെ നാം നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വകതബ്നാ ലഹു ഫിൽ അൽവാഹി മിൻ കുല്ലി ഷൈ, ഓരോ കാര്യങ്ങളിൽ നിന്നുമുള്ള അടിസ്ഥാന വിവരങ്ങൾ നാം അദ്ദേഹത്തിന് പലകകളിൽ രേഖപ്പെടുത്തി കൊടുത്തു. മിൻ കുല്ലി ഷൈഇൻ മൗഇലതൻ, ഉപദേശം എന്നുള്ള നിലയിൽ.
വ തഫ്സീലൻ ലികുല്ലി ഷൈ, ഓരോ കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ മനസ്സിലാക്കാനുള്ള അറിവും ജ്ഞാനവും മാനദണ്ഡവും നൽകി. ഫഖുദ്ഹ, ആയതിനാൽ അവയെ ഒക്കെ സ്വീകരിക്കണം. ബി ഖുവ്വത്തിൻ, ശക്തിയോടുകൂടി. വ ഉമുർ ഖൗമക ബി യഖുദു ബി അഹ്സനിഹ, താങ്കളുടെ ജനങ്ങളോട് താങ്കൾ കൽപ്പിക്കണം അതിനെ ഏറ്റവും ഉത്തമമായ വിധത്തിൽ സ്വീകരിക്കുവാൻ. സഊരീക്കും, നാം നിങ്ങൾക്ക് സമീപഭാവിയിൽ തന്നെ കാണിച്ചു തരും. ദാറുൽ ഫാസിഖീൻ, കുറ്റവാളികളുടെ സങ്കേതം അല്ലെങ്കിൽ അവരുടെ വീട് എന്താണെന്ന്. അത് ഒരു ഭീഷണിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പരലോകത്ത് അവർക്ക് എന്താണ് സംഭവിക്കുക എന്നത് നാം നിങ്ങൾക്ക് സമീപഭാവിയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങളെ അവൻ അനുശാസിച്ചത് പ്രകാരം അവൻ്റെ ഇഷ്ടപ്രകാരം തന്നെ സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിൻ്റെ നിയമങ്ങൾ കൃത്യമായി ഭംഗിയോടുകൂടി പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ്, ഈമാൻ, വിശ്വാസപരമായ കരുത്ത് എന്നും ഞങ്ങൾക്ക് നൽകുമാറാകണേ രക്ഷിതാവേ. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക റഹ്മത്തൻ വഹയ്യിർ ലനാ മിൻ അംരിനാ റശദ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.